ഹായ് ഡിയർ സുഗമോദേവി സീരിയലിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയാണെങ്കിൽ നമ്മുടെ കെവിനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ ദേവികടുത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് ചേച്ചി, അതുകൊണ്ട് തന്നെയാണ് നന്ദേട്ടൻ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ട് നിൽക്കുന്നതും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കാനുള്ള കാരണം. ഇസബെല്ലയുടെ പിന്നാലെയൊക്കെ കെവിൻ്റെയും പിന്നാലെ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചി എന്തായാലും നന്ദേട്ടൻ്റെ കേസ് എടുക്കുന്നതിന് കുറച്ച് പിന്നോക്കം കാണിക്കണം. കാരണം ഇതിൽ സത്യമുണ്ടോ, ഋഷിയെ കൊന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാനുണ്ട് ചേച്ചി. എന്നിട്ട് മാത്രമാണല്ലോ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ. നന്ദേട്ടനെ ഒരിക്കലും നമ്മൾ പോലീസിൽ ഏൽപ്പിക്കാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അതുകൊണ്ട് ചേച്ചി ഒരിക്കലും നന്ദേട്ടനെ കുറ്റപ്പെടുത്താനോ ഈ സമയത്ത് കൂടെ നിൽക്കാതിരിക്കാനോ ശ്രമിക്കരുത്. ഇന്ന് തന്നെ അവരുടെ സിദ്ധാർത്ഥനിച്ചനും പിന്നെ പ്രഭാവതിയൊക്കെ വന്നതല്ലേ, അതോ ചേച്ചി ആ കാര്യങ്ങളൊന്നും തട്ടിക്കളയാൻ പാടില്ല. ചേച്ചിക്കറിയാലോ ഒരച്ഛനും അമ്മയും എത്രത്തോളമാണ് ആ വേദനിക്കുന്നതെന്ന്. അവർ ശരിക്കും ചേച്ചിയുടെ കാൽ പിടിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മളുടെ വാശിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളവരെ ആട്ടിയിറക്കുകയും ചെയ്തു. പക്ഷേങ്കിൽ ചേച്ചിയുടെ ജീവിതമാണ്, നന്ദേട്ടനായിട്ടുള്ള ജീവിതം ചേച്ചിക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രമേ എന്തായാലും ഇത് പോലീസിന് കൊടുക്കാൻ പാടുള്ളൂ. ചേച്ചിക്ക് നന്ദേട്ടന് അത്രയേറെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്തായാലും കെവിനെ ഞാൻ വലിച്ച് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കെവിൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞാൻ ചേച്ചിയെ അറിയിക്കാം. ഋഷി ജീവനോടുണ്ടോ, അതൊക്കെ സത്യമാണോ, നന്ദേട്ടനാണോ അവനെ കൊന്നതെന്നൊക്കെ നമുക്ക് അന്വേഷിക്കണം ചേച്ചി. എന്നിട്ട് മാത്രമേ ഇത് വേറെ ആളോട് ചേച്ചി പറയാൻ പാടുള്ളൂ എന്നൊക്കെ ദേവികയോട് ശാരിക പറയുന്നുണ്ട്. അതിനുശേഷം ദേവികയ്ക്കും തോന്നുന്നുണ്ട് ഇതൊക്കെ ശരിയാണല്ലോ. എന്തായാലും നന്ദുവിൻ്റെ അച്ഛനെയും അമ്മേനെയും നാളെ തന്നെ പോയി കാണണം. ഞാൻ അവരോട് വളരെയധികം തന്നെ മോശപ്പെട്ടാണ് സംസാരിച്ചതും പെരുമാറിയതൊക്കെ. എന്തായാലും അവരുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ശാരികയായിട്ട് ദേവികയാണെങ്കിൽ. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നന്ദുവിൻ്റെ അച്ഛനെയും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, പ്രഭാവതിയെയും സിദ്ധാർത്ഥനെയാണെങ്കിൽ. അപ്പോൾ ദേവിക പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ വീട്ടിൽ വന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ട്. പിന്നെ അച്ഛനോട് അമ്മയോടും മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അച്ഛന് തോന്നുന്നുണ്ടോ നന്ദു ആ കൊല ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയെടുത്ത് പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നില്ല. അത്രയും മനസ്സിന് ഇതില്ലാത്തൊരാളാണോ എൻ്റെ മകനെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം മാത്രമല്ല, അവനൊരിക്കലും അങ്ങനെ ഒരാളെ കൊല്ലുകയില്ല എന്നാണ് എനിക്ക് ഉറപ്പാണെന്നൊക്കെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. അതിനുശേഷം ദേവികയാണ് പറയുന്നുണ്ട്, ഞാനെന്തായാലും ഈ കാര്യം ഇപ്പം ആരോടും തന്നെ പറയുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് നന്ദുവിനെ ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, നന്ദു ഇത് ചെയ്തെന്നറിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഈ ഒരു കാര്യത്തെ മറച്ചു വയ്ക്കുകയില്ല. പക്ഷെങ്കിൽ ഇതിൽ സത്യമുണ്ടോ എന്നെനിക്ക് അന്വേഷിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പം ഞാൻ ഒരു MLA കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് അന്വേഷിക്കാനും ഇത് കണ്ടുപിടിക്കാനും പെട്ടെന്ന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും സഹായം എനിക്ക് ആവശ്യമുണ്ട്. നന്ദുവിനെ രക്ഷിക്കണമെങ്കിൽ നമുക്കിതൊക്കെ മറികടന്നേ മതിയാവുള്ളൂ. പിന്നെ ഇസബെല്ലയുടെ കാര്യം, ഇസബെല്ല എന്ന് നന്ദുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും കൂടെ ഒഴിപ്പിക്കുന്നു, അന്ന് മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ. പിന്നെ നന്ദു ചെയ്ത തെറ്റുകൾ ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതല്ല എനിക്ക്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊക്കെ ഈ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. കാരണം നീ ഒരു പെണ്ണാണ്, നീ അത്രയേറെ അവന് വേണ്ടി ക്ഷമിച്ച് നിൽക്കുന്നവളാണ്. ഇതെല്ലാം ഈ അച്ഛൻ അറിയാമെന്നൊക്കെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ദേവികയോടാണെങ്കിൽ. അപ്പോൾ ദേവിക പറയുന്നുണ്ട്, അച്ഛന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അച്ഛൻ നന്ദുവിൻ്റെ കാര്യത്തിൽ എന്തുമാത്രമാണ് വിഷമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ പ്രഭാവതി അമ്മയോട് എനിക്കൊന്നും പറയാനുമില്ല, സംസാരിക്കാനുമില്ല. കാരണം മകൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരമ്മയാണ് അവർ. അതുകൊണ്ട് അമ്മയോട് സംസാരിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല എന്നൊക്കെ ദേവികയാണെങ്കിലും പറയുന്നുണ്ട്. അതിനുശേഷം പ്രഭാവതി പറയുന്നുണ്ട്, നീ ഒരു അമ്മയാവുമ്പോൾ നിനക്കിതെല്ലാം മനസ്സിലാവും മോളെ. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവുകയില്ല. ഈ ലോകത്ത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരമ്മയും കൂടെയാണ് ജനിക്കുന്നത്. ആ അമ്മയ്ക്ക് അവനോളം മറ്റൊന്നും ഈ ലോകത്ത് എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ചെറിയ ചെറിയ കുറുമ്പുകൾ കാട്ടുമ്പോൾ ഞാൻ അവനെ തിരുത്താറ് പോലുമില്ല. ശരിയാണ്, അതൊക്കെ ചിലപ്പോൾ നിൻ്റെ ഭാഗം നോക്കുമ്പോൾ തെറ്റുകൾ തന്നെയായിരിക്കാം. പക്ഷെങ്കിൽ ഇസബെല്ലയുടെ ഈ ഒരു കാര്യത്തിന് ഞാൻ അവനെ ശാസിച്ചിട്ടില്ലെന്ന് നീ പറയരുത്. ഞാൻ അവനെ നല്ല രീതിക്ക് തന്നെ ശാസിച്ചിട്ടുണ്ട്. അവൻ്റെ ഭാഗത്ത് തന്നെയാണ് 100% തെറ്റ്. അതെനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഞാനൊരു അമ്മയാണെങ്കിലും ഞാനൊരു സ്ത്രീയും കൂടെ ആണല്ലോ. നിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെങ്കിൽ എൻ്റെ മോൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ അവൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഭാര്യയായിട്ട്. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ എന്നോട് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്നത്. എന്തെങ്കിലെല്ലാം നീ മനസ്സിലാക്കുന്നൊരു ദിവസം വരും ദേവികയെ എന്നൊക്കെ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ
നന്ദനാണെങ്കിൽ ആകെ മൊത്തം ഒരു പ്രാന്തായിട്ടുള്ളൊരു ജീവിതാവസ്ഥയിലൂടെയാണല്ലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസബെല്ലയും കെവിനൊക്കെ കൂടെ തന്നെയാണ് നന്ദനാകെയുള്ളൊരാശ്വാസം. അതുകൊണ്ട് നന്ദൻ്റെ കൂടെയാണെങ്കിൽ എപ്പോഴും കെവിനുണ്ട്. കാരണം കെവിനെ ആണെങ്കിൽ നമ്മുടെ ഇസബെല്ല പറഞ്ഞിട്ടുണ്ട്, നന്ദൻ ദേവികയുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ നീ എപ്പോഴെങ്കിലും അത് മുടക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ലെന്നൊക്കെ ഇസബെല്ല പറഞ്ഞതുകൊണ്ട് തന്നെ നന്ദൻ്റെ കൂടെ എപ്പോഴും കെവിൻ ഉണ്ടായിരിക്കും. അതിനുശേഷം നന്ദനും കെവിനും കൂടെ ആണെങ്കിൽ ഇസബെല്ലയുടെ വീട്ടിലെത്തുന്നുണ്ട്. ഇസബെല്ലയാണെങ്കിൽ നമ്മുടെ നന്ദൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട്. നന്ദനോട് പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ പോലും നിൻ്റെ ഭാര്യ നിൻ്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ, അവൾക്ക് നിന്നെ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കാര്യം എത്തിപ്പെട്ടില്ലായിരുന്നു. അപ്പം നന്ദൻ പറയുന്നുണ്ട്, ശരിയാണ്, അവൾക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ഇപ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. അതിന് മാത്രം തെറ്റാണോ ഞാൻ ചെയ്തത്? അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് തെറ്റ് തന്നെയായിരിക്കാം. പക്ഷെങ്കിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പോലും അവൾ കേൾക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ. എന്തിനാണ് അവൾ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്തുമാത്രമാണ് അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ നന്ദനാണെങ്കിൽ ഇസബെല്ലയുടെ മുമ്പിലാണെങ്കിൽ. നന്ദൻ എന്തായാലും ഏകദേശം നമ്മുടെ ദേവികയുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറിച്ചു മാറ്റുന്നുണ്ടെന്നൊക്കെ നമ്മുടെ കെവിനും ഇസബെല്ലയ്ക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസബെല്ലയാണെങ്കിൽ ഇച്ചിരി നന്ദൻ്റെ സങ്കടം കാണുമ്പോൾ നല്ല കണക്ക് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇസബെല്ല പറയുന്നുണ്ട് നന്ദനോടായിട്ടാണെങ്കിൽ, ഇപ്പം തന്നെ ഈ ഋഷിയുടെ കാര്യം കേട്ടിട്ട് അവൾ നിന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ പോവുകയാണെന്നല്ലേ നീ പറഞ്ഞത്? ഒരു ഭാര്യയാണെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? ഇപ്പോൾ അവൾ പോരാത്തതിന് MLAയും കൂടെയാണ്. നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ അവൾക്ക് നല്ലപോലെ പറ്റും. എന്നിട്ടും അവൾ നിന്നെ കൊടുക്കാനാണല്ലോ നന്ദാ നോക്കുന്നതെന്നൊക്കെ ഇസബെല്ലയാണെങ്കിൽ നന്ദനോടായിട്ട് പറയുന്നുണ്ട്. നന്ദൻ ഇതെല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ശരിയാണ്, അവൾ പറഞ്ഞത് 100% ശരിയാണ്, ഇസബെല്ല പറയുന്നതാണ് ശരിയെന്ന് നന്ദൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നന്ദൻ പറയുന്നുണ്ട്, ഞാനെന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, ഈ രാത്രിയിൽ നീ കാർ ഓടിച്ച് പോവണ്ട, എന്തായാലും കെവിൻ കൊണ്ടുവിടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കെവിൻ പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവിടാൻ നിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കെവിനും നമ്മുടെ നന്ദനെയും കൊണ്ടിട്ട് വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ നന്ദനെയും കൊണ്ട് വീട്ടിലെത്തി കെവിനാണെങ്കിൽ പറയുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥനോടായിട്ടാണെങ്കിൽ, അവൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെയധികം മോശമാണ് അച്ഛാ, എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ അവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ കെവിൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. കെവിനാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും നന്ദനോട് തുറന്നു പറഞ്ഞാലോ, അവൻ എന്നെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കാണുന്നത്, ഞാനാണെങ്കിലോ അവൻ്റെ ജീവിതം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ശാരികയുടെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ കെവിൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇസബെല്ലയെ പറ്റി ആലോചിക്കുമ്പോൾ അതൊന്നും വേണ്ടാന്നും കെവിനാണെങ്കിൽ വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കെവിൻ സത്യങ്ങളൊക്കെ ശാരികയുടെ അടുത്ത് പറയുമോ ഇല്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.